ഹമാസിനെതിരെയുള്ള ഭീഷണി തുടർന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന കരാർ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഹമാസിനെ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യൽ വഴിയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതിനിടെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലും സമാധാന പദ്ധതിയും സുഗമമായി മുന്നോട്ട് പോകുമെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമാകുന്നതിനിടെ JD വാൻസ് ഇസ്രായേലിൽ എത്തി. President Trump's historic peace plan in the Middle East, and things are going, frankly, better than I expected that they were. This is a very, very tough situation. You have two peoples, two enemies who have fought a very tough conflict against each other. You have a terrorist organization on one hand that murdered a lot of innocent people. You've got an Israeli army that was defending itself on the other, that has learned a lot over the past couple of years. And then, of course, you have an innocent civilian population in Gaza that's caught in the middle. It is a focus of everybody here to get those bodies back home to their families so that they can have a proper burial. Now, that said, this is difficult. This is not going to happen overnight. Some of these hostages are buried under thousands of pounds of rubble. Some of the hostages, nobody even knows where they are. That doesn't mean we shouldn't work to get them, and that doesn't mean we don't have confidence that we will. It's just a reason to counsel in favor of a little bit of patience. അജയ് സുധാ ബിജു ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. ഈ ഗാസ സമാധാന പദ്ധതിയിൽ നിന്നും കരാറിലെ വ്യവസ്ഥയിൽ നിന്നുമൊക്കെ ഹമാസും ഇസ്രായേലും ഒക്കെ പിന്നോട്ട് നടക്കുകയാണ്. ആക്രമണം വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യം. പക്ഷെ അപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല അമേരിക്ക എന്നാണോ? ഈ ട്രംപിന്റെ ഭീഷണിയൊക്കെ വിലപ്പോകുമോ ഇനി? ആര്യ, ഈ സമാധാന കരാർ നിലവിൽ വന്നപ്പോൾ തന്നെ അതിൻ്റെ വ്യവസ്ഥകളെ പറ്റി പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ ബന്ദികളെ കൈമാറുന്നതും അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ സമയപരിധി ഇവർക്കിടയിൽ നിശ്ചയിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഹമാസിൻ്റെ നിരായുധീകരണം ഇത് സംബന്ധിച്ചും വ്യക്തമായിട്ടുള്ളൊരു ധാരണ അതുണ്ടായിരുന്നില്ല. എത്ര സമയം കൊണ്ട് നിരായുധീകരിക്കണം എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ലായിരുന്നു. അപ്പോൾ ഇതേ തുടർന്നുള്ള പ്രശ്നങ്ങൾ അത് ഇപ്പോഴും ഈ ഗാസയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനിടയിലാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോൾ ഇസ്രായേലിനുമിടയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഹമാസിനുമിടയിലും സംഘർഷങ്ങൾ കഴിഞ്ഞ ദിവസം രൂക്ഷമായി വന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഈ ഗാസയിലെ പല മേഖലകളിലും ഈ എയർ സ്ട്രൈക്ക് ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത് നിരവധി പേരുടെ മരണത്തിലേക്ക് ഉൾപ്പെടെ നയിച്ചു. റഫ അതിർത്തിയിൽ 2 ഇസ്രായേലി സൈനികർ ഹമാസിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. എന്നാൽ ഹമാസ് ഇത് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നിരവധി സംഘർഷങ്ങൾ മേഖലയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ ഇതുവരെ 100 പലസ്തീനികളെ കൊന്നു എന്നാണ് ഇപ്പോൾ അനൗദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ സംഘർഷം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനു മുൻപും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു. പലതവണ ഈ ഹമാസ് നിരായുധീകരണം നടത്തിയില്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കും എന്നുള്ള തരത്തിലുള്ള ഭീഷണികളെല്ലാം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അവരെ കൊണ്ട് ബലപ്രയോഗത്തിലൂടെയും വയലൻസ് ഉപയോഗിച്ചും അത് ചെയ്യിക്കേണ്ടി വരും എന്നുള്ള തരത്തിലായിരുന്നു ട്രംപിൻ്റെ ഭീഷണികൾ. ഇപ്പോൾ അതിനിടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തന്നെ തങ്ങൾക്ക് വേണ്ടി അത് നിർവഹിക്കും, ഹമാസിനെ വേണ്ടി വന്നാൽ അവർ നിരായുധീകരിക്കും എന്നുള്ള ഒരു വാദവുമായി ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തങ്ങൾക്ക് ഇതിനായുള്ള സഹായം അത് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളല്ല അമേരിക്കയുടെ അടുത്ത പങ്കാളികളാണ് എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു പടി കൂടി കടന്ന് കുറച്ചുകൂടി കടുത്ത ഒരു വാദം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിൽ കഴിഞ്ഞ 1000 വർഷത്തിനിടെയുള്ള ഏറ്റവും സമാധാനപരവും അതുപോലെ തന്നെ സഹകരണവുമാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പലരും തങ്ങളോട് ചോദിച്ചിരുന്നതാണ് ഹമാസിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുക്കട്ടെ, തങ്ങൾ ആ കാര്യത്തിൽ ഇടപെടട്ടെ എന്ന്. എന്നാൽ താനാണ് പറഞ്ഞത് അവരോട് ഇപ്പോൾ സമയമായിട്ടില്ല എന്ന് താൻ പറഞ്ഞു എന്നാണ് ട്രംപ് ഈ ട്രൂത്ത് സോഷ്യലിലിട്ട പോസ്റ്റ് വഴി അവകാശപ്പെടുന്നത്. ഇസ്രായേലിനോടും താൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ സമാധാനം പാലിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ട്രംപിൻ്റെ വാക്കിൽ എപ്പോഴും ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോൾ ഈ ട്രൂത്ത് സോഷ്യൽ വഴിയുള്ള പ്രതികരണമാണെങ്കിലും ഇപ്പോൾ മാധ്യമങ്ങളോടുള്ള പ്രതികരണം വഴിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇപ്പോഴും മുഴച്ചു നിൽക്കുന്നത് പ്രദേശത്ത് ഒരു സംഘർഷ സാധ്യതയുണ്ട്, എന്നാൽ നിരവധിയായിട്ടുള്ള സമാധാന ശ്രമങ്ങളിലൂടെ ഇത് എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തുന്നു എന്നൊരു ധ്വനിയാണ്
തന്നെയാണ് ട്രംപിൻ്റെ സംഭാഷണങ്ങളിലുള്ളത്. എന്നാൽ JD വാൻസ്, US വൈസ് പ്രസിഡന്റായിട്ടുള്ള JD വാൻസ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നാൽ ട്രംപിൻ്റെ വാദങ്ങളിൽ നിന്നും തീർത്തും ഒരു വ്യത്യസ്തമാണ്. കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ മിഡിൽ ഈസ്റ്റിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു, വെടിനിർത്തൽ സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് JD വാൻസ് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം ആവർത്തിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഹമാസ് എത്രയും വേഗം നിരായുധീകരിക്കണം, അതുപോലെ തന്നെ ബന്ദികളെ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം, ബന്ദികളുടെയും മൃതദേഹങ്ങൾ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകണം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് JD വാൻസ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സമാധാന കരാറിൻ്റെ വ്യവസ്ഥകൾ അത് കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ എത്രയും വേഗം ഗാസയിൽ വിന്യസിക്കണം, അത് ഹമാസിൻ്റെ നിരായുധീകരണം ഉൾപ്പെടെ കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കും എന്നുൾപ്പെടെയാണ് JD വാൻസ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തി അവിടെയുള്ള നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. എന്നാൽ ഈ ഹമാസിൻ്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് എത്ര സമയപരിധിയാണ് US നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ US നിർദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റി JD വാൻസും സൂചിപ്പിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ അത് എങ്ങനെയൊക്കെയോ തടയിടുന്നു എന്നുള്ള പേരിൽ പേരിന് ഉള്ള ഒരു സമാധാന കരാറും, ഇപ്പുറത്ത് ഒരു അമേരിക്കയുടെ രാഷ്ട്രീയമായിട്ടുള്ള വാദങ്ങളും ഒരു വടംവലികളുമായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നു. എന്തായാലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഗാസയിലെ ഒരു അവസ്ഥ അത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. ആര്യ, തീർച്ചയായും. അജയ് സുധാ ബിജു ആണ് നമുക്കൊപ്പം ചേർന്നത്.